Hi all, welcome back to another session of Concrete Technology. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സ് ഡിസൈനെ കുറിച്ചാണ്. കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ. ഇപ്പം കോൺക്രീറ്റ് മിക്സ് ഡിസൈനിന്റെ കാൽക്കുലേഷൻ പാർട്ട് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഒരു കോൺക്രീറ്റ് മിക്സ് നമുക്ക് വേണ്ട സ്ട്രെങ്ത്തിന് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും, ഡിസൈൻ ചെയ്തെടുക്കും എന്നാണ് മിക്സ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ ആ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. എന്താണ് മിക്സ് ഡിസൈൻ, എന്തൊക്കെയാണ് മിക്സ് ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, ഏതൊക്കെ മെത്തേഡിലാണ് സാധാരണഗതിയിൽ മിക്സ് ഡിസൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ ദ ഫസ്റ്റ് സെഷൻ വിൽ ബി ഓൺ ദ മിക്സ് ഡിസൈൻ ബേസിക്സ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യത്തെ 2 മൊഡ്യൂളിൽ എന്താ ഒന്ന് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു. മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ കോസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, അതുപോലെ ബൈൻഡിങ് മെറ്റീരിയൽ, സിമെന്റ് വിത്ത് വാട്ടർ അല്ലെ. സോ പ്ലസ് എനി അഡീഷണൽ മെറ്റീരിയൽ ലൈക്ക് അഡ്മിക്സ്റ്റേഴ്സ്, നമ്മുടെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന അഡ്മിക്സ്റ്റേഴ്സ് പോലെയുള്ള മെറ്റീരിയൽസ്. സോ ഇത്രയും കാര്യങ്ങൾ അതെന്തൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ അഡ്മിക്സ്റ്റേഴ്സ് ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെയും പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു. സോ ഫസ്റ്റ് മൊഡ്യൂൾ ഈ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് പഠിക്കാനാണ്. സോ ആദ്യം കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ആ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് കോൺക്രീറ്റിന്റെയും ഹാർഡ് ആൻഡ് കോൺക്രീറ്റിന്റെയും, അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലിരിക്കുന്ന കോൺക്രീറ്റ്, മിക്സ് ചെയ്ത പാടെയുള്ള കോൺക്രീറ്റും ആ കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ഈസ് സംവൺ ഹൂ ഡിസൈൻസ് അല്ലെ. എന്തെങ്കിലും ഒരു സാധനം രൂപകൽപ്പന ചെയ്യുന്നവരാണ് എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. നമ്മളൊക്കെ ഈ പ്രോപ്പർട്ടീസ് പഠിച്ചത്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചത്, നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് കിട്ടാൻ ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉചിതമായ രീതിയിൽ മിക്സ് ചെയ്യണം. അങ്ങനെ ഏത് രീതിയിൽ മിക്സ് ചെയ്താൽ നമുക്ക് എക്കണോമിക്കലായിട്ട് ഡിസൈഡ് ആയിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് ലഭിക്കുന്ന രീതിയിൽ ഒരു കോൺക്രീറ്റ് കിട്ടും, അതാണ് ഒരു എഞ്ചിനീയറിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. സോ ആ ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പോവുക. സോ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് ദ ഡിസൈൻ ഓഫ് എ കോൺക്രീറ്റ് മിക്സ്. അപ്പൊ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് കിട്ടാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെ എക്കണോമിക്കലായിട്ട് ഒരു കോൺക്രീറ്റ് മിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കാം, അതാണ് മിക്സ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി വിൽ ബി ഡിസ്കസിങ് ഓൺ മിക്സ് ഡിസൈൻ ഓൺ ദ തേർഡ് മൊഡ്യൂൾ. ഓക്കെ, ഇനി മൂവിങ് ഫോർവേഡ് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു പിക്ചറൈസേഷൻ ആണിത്. മൊഡ്യൂൾ 1 നിങ്ങൾ പഠിച്ചത് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺക്രീറ്റ് കിട്ടും. ഇനി ഈ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം പല സോഴ്സസിൽ നിന്ന് പല കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റീൽ ഒരു അലോയ് ആണ്, പക്ഷേ സ്റ്റീൽ ഹോമോജീനിയസ് ആണ് അല്ലെ. ഏതൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹോമോജീനിയസ് ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടി ഈസിയർ ആണ്. പക്ഷെ നമ്മൾ കോൺക്രീറ്റിലോട്ട് വരുമ്പോഴോ ഈ എല്ലാ മെറ്റീരിയൽസും, കോൺക്രീറ്റിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും പല സോഴ്സിൽ നിന്ന് പല കണ്ടീഷൻസിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് കെമിക്കൽ ആയാലും ഫിസിക്കൽ ആയാലും വ്യത്യാസം ഉണ്ടാവും. സോ ഇതൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെങ്കിൽ, അതായത് നമുക്കൊരു ഡിസൈഡ് ലക്ഷ്യം ഉണ്ടാവും അല്ലെ, ഇത്ര സ്ട്രെങ്ത് ആ കോൺക്രീറ്റിന് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്ന സ്ട്രക്ചർ ഇത്ര കാലം നിൽക്കണം. സോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വി ഹാവ് ടു മിക്സ് ഇൻ എ പ്രോപ്പർ പ്രൊപ്പോർഷൻ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ടിന് വേണ്ടി ഈ സാധനങ്ങളെല്ലാം ഒരു ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ പ്രൊപ്പോർഷനിലാണ് കോൺക്രീറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ M15 M20 എന്നൊക്കെ പറഞ്ഞിട്ട് 1:2:4 അല്ലെങ്കിൽ 1:1.5:3 എന്നൊക്കെ പറഞ്ഞ് മിക്സ് പ്രൊപ്പോർഷൻ കേട്ടിട്ടുണ്ട് അല്ലെ. ആ മിക്സ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് കിട്ടാൻ ഇത് എത്ര റേഷ്യോയിൽ ആഡ് ചെയ്യണം, അതിനെയാണ് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 3ൽ ഉദ്ദേശിക്കുന്നത്, it is a selection of proper mixed proportion of materials is required to ensure that the concrete has sufficient workability, it has a required strength, and it has a required durability. ഞാൻ കഴിഞ്ഞ സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പം ഈ പറയുന്ന
എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചത്, ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ പഠിച്ചത്, ഈ മെറ്റീരിയൽസ് ഒക്കെ ഒരു കൃത്യമായ പ്രൊപ്പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യണം കോൺക്രീറ്റിൽ. എന്തിനു വേണ്ടി? നമ്മൾ ഉണ്ടാക്കുന്ന കോൺക്രീറ്റിന് സഫീഷ്യൻറ്റ് വർക്കബിലിറ്റി ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ഹാൻഡ്ലിങ്ങിന് ഈസി ആയിട്ടുള്ള, അത് ഏത് സൈറ്റിലാണോ അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണോ നമ്മൾ ആ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്, ആ കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റ് ആയിരിക്കണം. രണ്ടാമത്, നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണോ സ്ട്രക്ചർ എടുക്കുന്നത്, അപ്പോൾ ആ സ്ട്രക്ചറിന് പറ്റുന്ന ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ ആ കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഉണ്ടാവണം. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലായിരിക്കണം ആ പ്രൊപ്പോർഷൻ. മൂന്നാമത്, ഡ്യൂറബിലിറ്റി. ഞാൻ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് ബ്രീഫായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മൾ 4th മൊഡ്യൂളാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ അതിൻ്റെ ലൈഫ് ടൈമിൽ അതിന് ചെയ്യേണ്ട ഫങ്ഷൻ. അപ്പോൾ നമ്മളൊരു വീട് പണിത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നമുക്ക് താമസിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ ഫങ്ഷൻ അല്ലേ. അപ്പോൾ ആ ഒരു ലൈഫ് ടൈമിൽ അതിൻ്റെ ഫങ്ഷൻ അത് സെർവ് ചെയ്യുന്ന കാര്യമാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ അത് ഡ്യൂറബിൾ ആയിരിക്കണം അല്ലേ. സോ ആ ഡ്യൂറബിലിറ്റിക്ക് ഉള്ള റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മിക്സ്. സോ ഈ മിക്സ് പ്രൊപ്പോർഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ 3 ഫാക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി എങ്ങനെയാണ് ഈ മിക്സ് പ്രൊപ്പോർഷൻ തിരഞ്ഞെടുക്കുക? അത് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുക. ക്യാൻ ബി അറൈവ്ഡ് ഫ്രം നോമിനൽ മിക്സസ് ആൻഡ് ഡിസൈൻ മിക്സസ്. നമ്മൾ ആദ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ് നോമിനൽ മിക്സ്, എന്താണ് ഡിസൈൻ മിക്സ്. ഓക്കെ, സോ കോൺക്രീറ്റ് മിക്സസ് നമ്മൾ പറഞ്ഞു മിക്സ് പ്രൊപ്പോർഷൻസ് ആക്ച്വലി. സോ ഈ ഓരോ എലമെന്റും എത്ര റേഷ്യോയിലെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അത് 2 രീതിയിലാണ് നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻസ് പറയാം. ഒന്നാമത്തത് നോമിനൽ മിക്സസ്, രണ്ടാമത്തത് ഡിസൈൻ മിക്സസ്. ഓക്കെ, നോമിനൽ മിക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു കമ്പാരിസൺ പോലെയാണ് ഇവിടെ പറഞ്ഞു പോവുക. നോമിനൽ മിക്സസ് എന്ന് പറഞ്ഞാൽ concrete mix prepared by standard arbitrary proportions of the cement, sand and aggregate without making special efforts to know their individual properties. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു 1:2:4 അങ്ങനെ ഒരു റേഷ്യോ ഉണ്ട്. ഇപ്പം ഈ റേഷ്യോയിൽ നമ്മൾ സാൻഡ് എടുക്കുന്നു, സിമെന്റ് എടുക്കുന്നു, അഗ്രിഗേറ്റ് എടുക്കുന്നു. ഇപ്പോൾ സിമെന്റ് ഒരു ചട്ടി സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ 2 ചട്ടി മണലെടുക്കുന്നു, 4 ചട്ടി കല്ലെടുക്കുന്നു, അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് നോമിനൽ മിക്സ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ ഓർബിറ്ററി പ്രൊപ്പോർഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ്. അതിപ്പം M20 ഉണ്ടാവും, M15 ഉണ്ട്, അതുപോലെ M25 ഉണ്ട്, അങ്ങനെ പല പ്രൊപ്പോർഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ എടുക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാതെ, ഇപ്പം ഈ മെറ്റീരിയൽസ് പല സ്ഥലത്തു നിന്നാണ് വരുന്നത് അല്ലേ, അതിന്റെ സൈസസ് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഈ ഓർബിറ്ററി പ്രൊപ്പോർഷൻസ് വെച്ച് മാത്രം ചെയ്യുന്ന മിക്സിനെയാണ് പറയുന്നത് നോമിനൽ മിക്സസ്. അപ്പോൾ ഒരു ചെറിയ വർക്കാണ്, നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട വർക്കൊക്കെ ആണെങ്കിൽ, ഷോർട്ട് ഡ്യൂറേഷൻ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, വി ക്യാൻ ഗോ ഫോർ നോമിനൽ മിക്സസ് അല്ലേ. സോ ഈസി ആൻഡ് ക്വിക്ക് പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റിന് നോമിനൽ മിക്സസ് സഹായിക്കും. കാരണം നമുക്കറിയാം, ഇപ്പം നമ്മൾ 1:2:4 എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നെങ്കിൽ ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നോമിനൽ മിക്സസ് ഉപയോഗിക്കാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി അൺഎക്കണോമിക് ആൻഡ് അൺസയന്റിഫിക്. എന്തുകൊണ്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു അല്ലെ, ഈ ഒരു കാര്യത്തിലോട്ട് വരാൻ വേണ്ടിയാണ്. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ബൾക്കിംഗ് ഓഫ് സാൻഡിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സാൻഡില് വാട്ടർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ബൾക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് അല്ലെ, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ബൾക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ അഗ്രിഗേറ്റിന്റെ കാര്യം എടുത്താൽ അഗ്രിഗേറ്റിന്റെ വാട്ടർ അബ്സോർപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ചില സമയത്ത് വാട്ടർ അബ്സോർപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ടർ കണ്ടന്റ് കോൺക്രീറ്റിൽ വന്നില്ല എന്ന് വരും. ഇനി ബൾക്കിംഗ് കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സാൻഡ് ആയിരിക്കില്ല, വോളിയം ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് ആ വോളിയം ഷ്രിങ്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കാം? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷ്രിങ്കേജ്, ക്രാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. സോ അത് അൺസയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് അൺഎക്കണോമിക്കലായിട്ട് വരും. ചില സമയത്ത് വളരെ റിച്ച് ആയിട്ടുള്ള മിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് വളരെ ലീൻ ആയിട്ടുള്ള മിക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നോമിനൽ മിക്സസ് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല. സോ ഇറ്റ് ഈസ് അൺസയന്റിഫിക് ആൻഡ് അൺഎക്കണോമിക്.
ഇനി സോറി, ഇത് ബാച്ചിങ് ഡൈൻ ബൈ വോളിയം എന്നല്ല, ബാച്ചിങ് ഡൺ ബൈ വോളിയം. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റ് പറഞ്ഞ സമയത്ത് ബാച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മൾ അതിൻ്റെ വേണ്ട ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന പ്രോസസ്സിനാണ് ബാച്ചിങ് എന്ന് പറയാം. അതിൽ വോളിയം ബാച്ചിങ്ങും വെയ് ബാച്ചിങ്ങും പറഞ്ഞിരുന്നു. സോ നോമിനൽ മിക്സസ് സാധാരണ നമ്മൾ വോളിയം ബാച്ചിങ് വഴിയാണ് എടുക്കുക. സോ വോളിയം ബാച്ചിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അഗൈൻ ആസ് പെർ IS 456 നോമിനൽ മിക്സസ് ഉപയോഗിക്കാൻ നമുക്ക് ഒരു സമയത്തെ അവകാശമുള്ളൂ. അത് M20നേക്കാൾ കുറഞ്ഞ മിക്സസ്, ഇപ്പൊ M15 അങ്ങനെയുള്ള ചെറിയ ലോവർ മിക്സസ് ഉപയോഗിക്കുന്ന സമയത്തെ നമുക്ക് നോമിനൽ മിക്സസ് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് IS 456 പറഞ്ഞിട്ടുണ്ട്. സോ യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് ഓഫ് ഗ്രേഡ് ലെസർ ദാൻ M20. സോ ഇതാണ് നോമിനൽ മിക്സസ് എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാതെ ഓർബിട്രറി പ്രൊപ്പോർഷൻസ് എടുത്ത് ചെയ്യുന്ന മിക്സസ്. അങ്ങനെയെങ്കിൽ ഡിസൈൻ മിക്സ് എന്തായിരിക്കും? The mix prepared by considering the properties of the material from the laboratory test and also considering the factors like workability and durability. So nominal mixes in design mixes വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ഏതാണോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സൈറ്റിലോട്ട് ലോഡ് ഇറക്കി, ആ ലോഡ് ഇറക്കുമ്പോൾ ആ കല്ലിന്റെ ടെസ്റ്റുകൾ നമ്മൾ നടത്തണം, മണലിന്റെ ടെസ്റ്റ് നടത്തണം, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സിമെന്റിന്റെ ടെസ്റ്റ് നടക്കണം. എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ആ ഓരോ മെറ്റീരിയൽസിന്റെയും ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതിന്റെ ഡെൻസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ച ആ സ്പെസിഫിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ ഒരു മിക്സ് ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന മിക്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിസൈൻ മിക്സസ് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഈ ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. സോ ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രോസസ്. സോ ടൈം ടേക്കിംഗ് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ പെട്ടെന്ന് തീർക്കേണ്ട വർക്കിനൊക്കെ ഡിസൈൻ മിക്സസ് ഉപയോഗിക്കുന്ന ഫീസിബിൾ ആയിരിക്കില്ല, പെട്ടെന്ന് തീർക്കേണ്ടതാണെങ്കിൽ. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്, ഇപ്പൊ നമ്മൾ വലിയൊരു ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ യു വിൽ ഗോ ഫോർ ഡിസൈൻ മിക്സസ്. നമ്മൾ എന്തായാലും മിക്സ് ഡിസൈൻ ചെയ്തിട്ടേ നമ്മൾ ആ കൺസ്ട്രക്ഷനിലോട്ട് പോവുള്ളൂ. സോ ഇറ്റ് ഈസ് ഫോർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. അടുത്തത് നമ്മൾ പറഞ്ഞു, ഓരോ സൈറ്റിലും പോയിട്ട് ആ സൈറ്റിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസ് അറിവ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താ? അത് എക്കണോമിക് ആയിരിക്കും, സയന്റിഫിക് ആയിരിക്കും. നമ്മൾ ആക്ച്വലി സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. എങ്ങനെ? ഈ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്ത് നമ്മൾ മിക്സസ് ഡിസൈൻ ചെയ്യുമ്പോൾ. സോ അത് സയന്റിഫിക് ആണ്, എക്കണോമിക് ആണ്. ആൻഡ് യൂഷ്വലി ആൻഡ് ഓൾവേസ് വി പ്രിഫർ ബാച്ചിങ് ബൈ വെയിറ്റ്. സോ വെയിറ്റ് ബാച്ചിങ് ആണ് സുപ്പീരിയർ ടു വോളിയം ബാച്ചിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വെയ് ബാച്ചിങ് ആണ് നമ്മൾ ഡിസൈൻ മിക്സസ് ചെയ്യുക. ഇനി ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കോൺക്രീറ്റിന് ചെയ്യാം. പ്രത്യേകിച്ച് ഹൈ സ്ട്രെങ്ത് ആണെങ്കിൽ നമ്മൾ ഡിസൈൻ മിക്സസ് ചെയ്യാറുള്ളൂ. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്, നോമിനൽ മിക്സസ് ആൻഡ് ഡിസൈൻ മിക്സ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു മിക്സ് ഡിസൈൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസൈൻ മിക്സ് ഉണ്ടാക്കിയെടുക്കുക, ആ പ്രോസസ്സിനെയാണ് മിക്സ് ഡിസൈൻ എന്ന് പറയാം. സോ നമ്മൾ മിക്സ് ഡിസൈനിലോട്ട് ഇനി കിടക്കുകയാണ്. സോ വാട്ട് ഈസ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ? ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഓൾറെഡി മിക്സ് ഡിസൈൻ എന്താന്ന് പല വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിലൊരു കോമൺ ഡെഫിനിഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ, മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആർട്ട് ഓഫ് ഒബ്റ്റൈനിങ് കോൺക്രീറ്റ് ഓഫ് ദ റിക്വയർഡ് പ്രോപ്പർട്ടീസ് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ് പോസിബിൾ ബൈ സ്യൂട്ടബിൾ ചോയ്സ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് അവൈലബിൾ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതുകൊണ്ട് ഞാൻ എലാബറേറ്റ് ആയിട്ട് പറയുന്നില്ല. സോ ഇതൊന്നും പിക്ചോറിയൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിയാം. സോ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മൾ ആ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ റൈറ്റ് പ്രൊപ്പോർഷനിൽ ചേർക്കുന്നു. എന്തിനു വേണ്ടി? ടു ബാലൻസ് കോസ്റ്റ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതാണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞത്. നമ്മൾ നോമിനൽ മിക്സിന്റെ കാര്യം പറഞ്ഞു, അൺഎക്കണോമിക് ആൻഡ് അൺസയന്റിഫിക് ആണ്. ഡിസൈൻ മിക്സിലോട്ട് വന്നപ്പോഴോ അത് എക്കണോമിക്കും സയന്റിഫിക്കുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ നമ്മുടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ റൈറ്റ് പ്രൊപ്പോർഷൻസിൽ ചേർക്കുന്നു. എന്തിനു വേണ്ടി? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടണം, അതായത് നമുക്ക് വേണ്ട സ്ട്രെങ്ത് കിട്ടണം, നമുക്ക് വേണ്ട ഡ്യൂറബിലിറ്റി കിട്ടണം, നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള വർക്കബിലിറ്റി കിട്ടണം. ആ പ്രോപ്പർട്ടീസ് കിട്ടാൻ, എന്നാൽ ഒരുപാട്
അൺഎക്കണോമിക്കായ രീതിയിൽ ആവാതെ അതിന് പറ്റുന്ന റൈറ്റ് പ്രൊപ്പോർഷൻസ് ആസ് എക്കണോമിക് ആസ് പോസിബിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മിക്സ് ഡിസൈൻ എന്ന് വിളിക്കുക. നിങ്ങൾക്കറിയാം, സ്ട്രെങ്ത് കൂട്ടാൻ കുറച്ച് കല്ലും കുറച്ച് സിമെന്റും കുറച്ച് ഹൈ സ്ട്രെങ്ത് സിമെന്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. പക്ഷെ അതല്ല ആക്ച്വലി വേണ്ടത്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യും, അല്ലെ? ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതാണ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുക, ഒരു എഞ്ചിനീയറിൽ നിന്ന് ഉദ്ദേശിക്കുക. അപ്പൊ മിക്സ് ഡിസൈനും അത് തന്നെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏറ്റവും റൈറ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട പ്രൊപ്പോർഷൻസ് ഡിസൈഡ് ചെയ്യുന്നു ടു ബാലൻസ് എക്കണോമി ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട് ക്വാളിറ്റി. കോൺക്രീറ്റിന്റെ ക്വാളിറ്റിയും എക്കണോമിയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ മിക്സ് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മിക്സ് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, നൗ എന്തിനു വേണ്ടിയാണ് മിക്സ് ഡിസൈൻ ചെയ്യുന്നത്? അതിന്റെ ഉത്തരവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ പർപ്പസ് ഓർ റിക്വയർമെന്റ് ഓഫ് മിക്സ് ഡിസൈൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. 1 സ്ട്രെങ്ത്, 2 ഡ്യൂറബിലിറ്റി, 3 വർക്കബിലിറ്റി, 4 എക്കണോമി. സോ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, വർക്കബിലിറ്റി, ഇത് 3 നമ്മൾ പഠിപ്പിച്ച പ്രോപ്പർട്ടീസ് ആണ്, അല്ലേ? സോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോൺക്രീറ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രെങ്ത് ഉണ്ടാവണം. നമ്മൾ കരുതുന്നത്ര കാലം ആ കോൺക്രീറ്റ് അതിന്റെ പർപ്പസ് സെർവ് ചെയ്യണം. സോ ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ, അല്ലെ? ഇനി നമ്മൾ കോൺക്രീറ്റ് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ, ഇപ്പൊ നമുക്കറിയാം പല കോമ്പാക്ഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. ആ ഓരോ കോമ്പാക്ഷൻ മെത്തേഡ്സിനും പല കോസ്റ്റ് ആയിരിക്കും, അല്ലെ? അതുപോലെ കോൺക്രീറ്റ് കൂടുതൽ ഹാർഷായാൽ കൂടുതൽ ലേബർ വേണ്ടി വരും, കൂടുതൽ മെഷീൻസ് വേണ്ടി വരും. ഇതൊക്കെ കോസ്റ്റ് കൂട്ടും. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള വർക്കബിലിറ്റി ആ കോൺക്രീറ്റ് മിക്സിന് ഉണ്ടാവണം. അപ്പോൾ ഈ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും വർക്കബിലിറ്റിയും നമ്മൾ കോസ്റ്റിന്റെ ബേസിൽ കൺട്രോൾ ചെയ്യണം. അതാണ് പർപ്പസ് ഓഫ് ഓർ റിക്വയർമെന്റ് ഓഫ് മിക്സ് ഡിസൈൻ, അല്ലെ? സോ മിക്സ് ഡിസൈൻ ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് കോൺക്രീറ്റ് കോംപ്ലൈ വിത്ത് റിക്വയർമെന്റ്സ് ഓഫ് സ്ട്രക്ചറൽ സ്ട്രെങ്ത്. സോ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കോൺക്രീറ്റിന്റെ കേസിൽ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ടാണ് പറയുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ആ കോൺക്രീറ്റിന് ഉണ്ടാവണം. രണ്ടാമത്, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം അതിന് ഫങ്ഷണൽ ലൈഫ് ഉണ്ടാവും. അപ്പൊ എവിടെയാണോ ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, ആ സ്ട്രക്ചർ ഇരിക്കുന്ന എൻവയോൺമെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കാലം അതിന്റെ പർപ്പസ് സെർവ് ചെയ്യാൻ ആ കോൺക്രീറ്റിന് സാധിക്കണം. സോ കോൺക്രീറ്റ് comply with the durability requirements to resist the environmental factors throughout its functional life. അടുത്തത് വർക്കബിലിറ്റി ആണ്, അല്ലേ? കോൺക്രീറ്റ് ഷുഡ് ബി capable of being mixed, transported, compacted as efficiently as possible. സോ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വിത്തിൻ അവർ കോസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ആസ് എക്കണോമിക് ആസ് പോസിബിൾ. സോ നമുക്ക് ഡിസൈർ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എക്കണോമിക് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ, അതാണ് മിക്സ് ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ പർപ്പസ് ഓർ റിക്വയർമെന്റ് ഓഫ് ഡൂയിങ് എ മിക്സ് ഡിസൈൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾസ് ഇൻ മിക്സ് ഡിസൈൻ. എന്താണ് വേരിയബിൾസ് എന്ന് പറഞ്ഞത്? സാധാരണഗതിയിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതി 2x + y = z, അല്ലെ? സോ ഇവിടെ എക്സിന് ഓരോ വാല്യൂ കൊടുക്കാം, വൈക്ക് ഓരോ വാല്യൂ കൊടുക്കാം. അപ്പൊ സെഡിന്റെ വാല്യൂ മാറും. അതിനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുക. എക്സും വൈയും വേരിയബിൾസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാല്യൂ, അതാണ് വേരിയബിളിന്റെ അർത്ഥം, അല്ലെ? മിക്സ് ഡിസൈനിലോട്ട് വരുമ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട 4 വേരിയബിൾസ് ഉണ്ട്. അതായത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന 4 വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ മിക്സിന്റെ റിസൾട്ട്. ഇപ്പൊ 2x + y = z എന്ന് പറഞ്ഞല്ലേ, ആ സെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സിന്റെ പ്രോപ്പർട്ടീസ്. ഈ എക്സും വൈയും ആണ് വേരിയബിൾസ്. സോ എക്സും വൈയിലുമാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. ആ എക്സും വൈയും കോൺക്രീറ്റ് മിക്സ് ഡിസൈനിൽ 4 എണ്ണം ഉണ്ട്. ഒന്നാമത്തത് വാട്ടർ സിമെന്റ് റേഷ്യോ, രണ്ടാമത്തത് അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ, മൂന്നാമത്തത് ഗ്രഡേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്, നാലാമത്തത് കൺസിസ്റ്റൻസി. സോ ഈ 4 കാര്യങ്ങളും നമ്മൾ പല തവണ പല സ്ലൈഡുകളായിട്ട് പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. വാട്ടർ സിമെന്റ് റേഷ്യോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രിഗേറ്റിനെക്കാളും
എപ്പോഴും എന്തായിരിക്കും? സിമെന്റ് പേസ്റ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും വീക്കർ കാര്യങ്ങളെ കുറിച്ചാണ് പറയാം അല്ലെ. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ തോൽവിക്ക് കാരണം. നമ്മൾ വീക്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതാണ് നമ്മുടെ വീക്ക്നെസ്. ഇപ്പം കോൺക്രീറ്റ് എടുത്താൽ കോൺക്രീറ്റിലെ വീക്ക് പാർട്ട് ഏതാ? അഗ്രിഗേറ്റ് ആണോ സിമെന്റ് പേസ്റ്റ് ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സിമെന്റ് പേസ്റ്റ് ആണ്. സോ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിസൈഡ് ചെയ്യുന്ന സിമെന്റ് പേസ്റ്റ് ആണ്. സിമെന്റ് പേസ്റ്റിലാണ് ഈ വാട്ടർ സിമെന്റ് റേഷ്യോന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. സോ വാട്ടർ സിമെന്റ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ തൊട്ടേ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. സോ വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും. അതേ സമയത്ത് ആ വാട്ടർ ടു സിമെന്റ് റേഷ്യോയിൽ സിമെന്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടിക്കഴിഞ്ഞാൽ സിമെന്റ് പേസ്റ്റിന്റെ സ്ട്രെങ്ത് കൂടും. പക്ഷേ ഒരുപാട് സിമെന്റിന് കൂടാൻ പറ്റുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലിമിറ്റിനേക്കാളും സിമെന്റിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞു സിമെന്റിൽ പേസ്റ്റിനാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ട്. സോ പേസ്റ്റ് സ്ട്രെങ്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അഗ്രിഗേറ്റിനേക്കാളും കൂടുതൽ സിമെന്റ് ആയി കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ ആ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കോൺക്രീറ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് വീക്ക് ആവും അല്ലെ. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ എടുക്കുമ്പോൾ ഹയർ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ അല്ലെങ്കിൽ ചെറിയ വാല്യൂ ആണ് അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ എങ്കിൽ സിമെന്റ് പേസ്റ്റ് ആയിരിക്കും അവിടെ കൂടുതൽ. സോ അതാണ് ക്രിട്ടിക്കൽ. സോ അതിന്റെ സ്ട്രെങ്ത് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ വി വിൽ ഗോ ഫോർ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ. ഹയർ ദ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ ഹയർ വിൽ ബി ദ സ്ട്രെങ്ത്. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടും. നമുക്കറിയാം, നമ്മൾ ഷ്രിങ്കേജും ക്രീപ്പും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. അഗ്രിഗേറ്റ് ആണ് ഈ പറയുന്ന സെക്കൻഡറി എഫക്ട്സിനെ ഒക്കെ തടഞ്ഞു നിർത്തുന്നത്. അതുപോലെ ലോഡ് മെയിനായിട്ട് എടുക്കുന്നത് എന്താണ്? അഗ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് കൂടിയാൽ it will be definitely increasing the strength of concrete. അടുത്ത ഗ്രഡേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്. ഇപ്പൊ നമുക്ക് ഈ രണ്ട് പോയിന്റ്സും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കോൺക്രീറ്റിലെ വാട്ടറിന്റെ ക്വാണ്ടിറ്റിയും സിമെന്റിന്റെ ക്വാണ്ടിറ്റിയും നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. സിമെന്റ് എത്ര വേണം, വാട്ടർ എത്ര വേണം എന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യണം. സോ അതിനെങ്ങനെ സാധിക്കും? അപ്പോൾ അതിന്റെ പർപ്പസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പൊ കോൺക്രീറ്റിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബോഡി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആണ്. കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഫൈൻ അഗ്രിഗേറ്റ്. ഇനി ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് നിർത്താനും അതിന്റെ മൈന്യൂട്ട് പോർസ് ഫില്ല് ചെയ്യാനാണ് നമ്മുടെ ഫൈനർ ആയിട്ടുള്ള ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുക. വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഫൈൻ അഗ്രിഗേറ്റിന്റെയും കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഒക്കെ ഗ്രഡേഷനും സീം അനാലിസിസും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ ഈ അഗ്രിഗേറ്റ്സിന് അതിന്റെ ഇടയിലുള്ള വോയിഡ്സ് തന്നെത്താൻ ഫില്ല് ചെയ്യാൻ പറ്റും. സോ വോയിഡ്സ് ക്യാൻ ബി ഫിൽഡ് ബൈ ദംസെൽസ്. അപ്പോൾ ഇതിനെ കൂട്ടിച്ചേർക്കാനുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാനുള്ള സിമെന്റിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ സിമെന്റ് പേസ്റ്റിന്റെ എമൗണ്ട് വളരെ കുറച്ച് മതി. സോ ഗ്രഡേഷൻ നിയന്ത്രിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമെന്റ് കണ്ടന്റും വാട്ടർ കണ്ടന്റും ഒക്കെ കുറയ്ക്കാൻ പറ്റും. സോ വെൽ ഗ്രേഡഡ് കോൺക്രീറ്റ് ഓർ ഫൈൻ അഗ്രിഗേറ്റ് ക്യാൻ ഹെൽപ്പ് us ഇൻ മിക്സ് ഡിസൈൻ. അടുത്തത് കൺസിസ്റ്റൻസി ആണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും സ്ട്രെങ്ത് ബേസ്ഡ് പറഞ്ഞു. ഇനി അടുത്തത് നമുക്കറിയാം സ്ട്രെങ്ത് മാത്രം പോരാ, വർക്കബിലിറ്റിയും വേണം അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ കോൺക്രീറ്റ് വർക്കബിൾ ആയിരിക്കണം. സോ ഒരു വർക്കബിൾ കോൺക്രീറ്റിന് ആവശ്യത്തിന് ഫ്ലൂയിഡിറ്റി വേണം. എന്ന് വെച്ച് നമുക്ക് ഒരുപാട് വെള്ളം കോരി ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രശ്നം വരും അല്ലെ, സ്ട്രെങ്ത് കുറയും. സോ കോൺക്രീറ്റ് ഫ്ലൂയിഡിറ്റിന്റെ മെഷറാണ് കൺസിസ്റ്റൻസി അല്ലെ. കോൺക്രീറ്റ് ഫ്ലൂയിഡിറ്റി ഷുഡ് ബി സച്ച് ദാറ്റ് കോൺക്രീറ്റ് has sufficient fluidity for doing all the works അല്ലെ. പ്ലേസ് ചെയ്യാൻ, മിക്സ് ചെയ്യാൻ, കോമ്പാക്ട് ചെയ്യാനുള്ള ആവശ്യത്തിന് ഫ്ലൂയിഡിറ്റി വേണം. എന്നാൽ ഇതൊന്നും ഷ്രിങ്കേജോ ബ്ലീഡിങ്ങോ സെഗ്രിഗേഷനോ ഒന്നും ഉണ്ടാക്കാനും പാടില്ല. ആ രീതിയിലുള്ള കൺസിസ്റ്റൻസി കോൺക്രീറ്റിൽ വേണം. അപ്പൊ ഈ 4 വേരിയബിൾസും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളാണ്. സോ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് വെച്ചാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സിലെ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക. സോ ഈ 4 വേരിയബിൾസ് ഓർത്തിരിക്കുക. വേരിയബിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സം വേരിയബിൾസ് വി ആർ ഗോയിങ് ടു സം ടേംസ് അസോസിയേറ്റഡ് വിത്ത് മിക്സ്ഡ് ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ള കുറച്ച് ടേംസ് ആണ്. ഈ ടേംസ് ഒക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളിപ്പം സ്ഥിരമായിട്ട് വാർത്താ ചാനലൊക്കെ കാണാം, അവർ കുറെ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഇത്ര പെർസെൻറ്റേജ് അത്ര പെർസെൻറ്റേജ് അതിന്റെ വേരിയേഷൻ ഇത്രയായിരുന്നു, കഴിഞ്ഞ ദിവസം ഇത്ര കോവിഡ് പേഷ്യൻസ് ഉണ്ട്, ഇന്ന് ഇത്ര പേഷ്യൻസ് ആണ്, ആ ഗ്രാഫ് മാറുന്നൊക്കെ പറയും. അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചാർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കുറെ വാല്യൂസ് വെച്ചിട്ട് ആ വാല്യൂസിനെ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന് മിക്സ് ഡിസൈനിലുള്ള ഇമ്പോർട്ടൻസ്? അതാണ് നമ്മൾ ആദ്യം പറയുന്നത്.
ഇപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റീലിന്റെയും കോൺക്രീറ്റിന്റെ കേസിൽ അല്ലെ, ഇപ്പൊ ഒരു സ്റ്റീൽ സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റീലിന്റെ ബീമും സ്റ്റീലിന്റെ കോളം ഒക്കെ കൊണ്ടുവരുന്നു, അതൊക്കെ വന്ന് പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനങ്ങളാണ്, അത് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ബോൾട്ടും നട്ടൊക്കെ വെച്ചിട്ട് വെക്കുന്നു. ഈ സമയത്ത് ഏകദേശം എല്ലാ സ്റ്റീൽ മെമ്പേഴ്സിനും ഒരേ ടൈപ്പ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ ഗ്രേഡ് ആണെങ്കിൽ. പക്ഷെ കോൺക്രീറ്റിന്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മളൊരു 5-6 നില ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ കോൺക്രീറ്റും കൂടെ ഒരുമിച്ചല്ല ഉണ്ടാക്കുന്നത് അല്ലേ, ഒരേ സമയത്തല്ല പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പല ബാച്ചസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക അല്ലെ. ആദ്യം ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു ബാച്ച് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ബാച്ച് ടു ബാച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കോൺക്രീറ്റിനും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. നമുക്കറിയാം എന്തെങ്കിലും മെഷീൻ വെച്ചായിരിക്കും ഉണ്ടാക്കുന്നത്, ആ മെഷീനിലോട്ട് സാധനങ്ങൾ ഫീഡ് ചെയ്യുന്നതും എല്ലാം യൂഷ്വൽ കേസിൽ മാനുവൽ ലേബർ വഴിയായിരിക്കും, അത്ര ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് സാധനങ്ങൾ അല്ലെങ്കിൽ. അപ്പോൾ ഇതിലൊക്കെ ചില എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മിക്സ് ചെയ്യുന്ന ക്ലൈമറ്റ് മാറിയാൽ അതിനും എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ബാച്ച് ടു ബാച്ച് ഈ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ബാച്ച് ഉണ്ടാക്കുമ്പോഴും, ഇപ്പൊ കോൺക്രീറ്റിന്റെ ഓരോ ബാച്ച് മിക്സ് ചെയ്യുന്ന സമയത്തും അതിന്റെ സാമ്പിൾ എടുക്കും. അതിന്റെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഈ വർക്കബിലിറ്റി ടെസ്റ്റും സ്ട്രെങ്ത് ടെസ്റ്റും എല്ലാം ചെയ്യും. അപ്പോൾ ഒരുപാട് ക്യൂബ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ടാവും. 1 2 3 4 എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ക്യൂബ്സ് പല ബാച്ചസിലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തുണ്ടാവും. സോ അതിന്റെ ഒക്കെ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? സോ ബാച്ച് ബൈ ബാച്ച് ആണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ബാച്ചസ് ഉണ്ടാവും. ആ ഒരുപാട് ബാച്ചസിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തിട്ടാണ് ക്യൂബ് ഉണ്ടാക്കുക. നമ്മൾ ക്യൂബ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. സോ ഒരുപാട് ക്യൂബ്സ്, ആ ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെങ്ത്. അപ്പോൾ ഓരോ സ്ട്രെങ്ത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബാച്ചസ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണം അല്ലേ. എല്ലാത്തിനും ഒരേ സ്ട്രെങ്ത് വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു റേഞ്ച് സ്ട്രെങ്ത് ആയിരിക്കണം ആ കോൺക്രീറ്റിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അതിനാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. ആ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് മീൻ സ്ട്രെങ്ത്. വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മീൻ, സാധാരണ മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് ആണ് അല്ലേ. സോ x1 x2 x3 x4 അപ് ടു xn ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിന്റെ മീൻ, സോ അത്രയും വാല്യൂസിന്റെ ആവറേജ് വാല്യൂ, അത് തന്നെയാണ് മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ആവറേജ് സ്ട്രെങ്ത് obtained by dividing the sum of strength of all cubes by the number of cubes, that is known as mean strength. X bar is equal to sigma x by n, അതായത് സം ഓഫ് ഇൻഡിവിജ്വൽ വാല്യൂസ് ബൈ ടോട്ടൽ വാല്യൂ, അതല്ല ആവറേജ്. സോ ആവറേജ് സ്ട്രെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മീൻ സ്ട്രെങ്ത്. ഓക്കെ, സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ സ്ട്രെങ്ത് ആണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ x1 പ്ലസ് x2 പ്ലസ് x3 എക്സെട്രാ ടു xn, അതാണ് സം ഓഫ് സ്ട്രെങ്ത് ഓഫ് ഓൾ ക്യൂബ്സ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യൂബ്സ്. സോ ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന ടേം മീൻ സ്ട്രെങ്ത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയൻസ്. സോ ഈ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്തായിരിക്കും വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ വേരിയേഷനുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ. എന്താ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ നിന്ന് അതിനുള്ള വ്യത്യാസം, അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ആവറേജ് കണ്ടുപിടിച്ചു, ഒരു സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജ് കണ്ടുപിടിച്ചു, മീൻ സ്ട്രെങ്ത്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ, നമുക്ക് x1 അറിയാം അല്ലെ, ഒന്നാമത്തെ ക്യൂബിന്റെ സ്ട്രെങ്ത്, x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്യൂബിന്റെ സ്ട്രെങ്ത്, x3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്യൂബിന്റെ സ്ട്രെങ്ത്. ഈ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തും നമ്മുടെ ആവറേജ് വാല്യൂന്ന് എത്ര വ്യത്യാസമുണ്ട്, മനസ്സിലായല്ലേ. ഓരോ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തും, ഇപ്പൊ x1 എന്ന് പറഞ്ഞ സ്ട്രെങ്ത് മീൻ സ്ട്രെങ്ത് x ബാർ ആണ്, അതിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് അത് മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, വേരിയൻസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്. സോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയൻസ് ഈസ് ദ മെഷർ ഓഫ് വേരിയബിലിറ്റി ഓർ ഡിഫറൻസ് ഓഫ് ഈച്ച് ഡാറ്റ ഫ്രം ദ മീൻ സ്ട്രെങ്ത്. സോ ഓരോ പെർട്ടിക്കുലർ സിംഗിൾ ഡാറ്റ എടുത്ത് അത് മീൻ വാല്യൂവിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് വേരിയൻസ്. സോ വേരിയൻസിനെ എങ്ങനെ നമുക്ക് എഴുതാം, എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് എന്ന് പറഞ്ഞാൽ ഈ x1 x2 x3 ഏതെങ്കിലും ഒരെണ്ണം. സോ x1 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യൂബിന്റെ വേരിയൻസ് ആണ്. x2 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്യൂബ് സ്ട്രെങ്ത്തിന്റെ വേരിയൻസ്. അതുപോലെ x3 എന്ന് പറഞ്ഞാൽ
x3 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തതിന്റെ വേരിയൻസ്. ഇങ്ങനെ ഓരോന്നും മീൻ വാല്യൂന്ന് എത്ര ഡിഫറൻസിലാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് വേരിയൻസ്. അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ മീൻ സ്ട്രെങ്ത് ആണ്, എക്സ് ബാർ എന്ന് പറഞ്ഞ മീൻ സ്ട്രെങ്ത് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്യൂബിന്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, സോ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ പറഞ്ഞു ഈ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രെങ്ത്തിനെ കുറിച്ചും പറയുന്ന, ഇനി ഇതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ എത്രത്തോളം വേരിയേഷൻ ഈ ടോട്ടൽ സെറ്റിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വേരിയേഷൻ ആയിരുന്നു. അപ്പം ഒന്നാമത്തെ ക്യൂബ് എത്ര മീനിന്ന് വേരി ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോൾ 100 ക്യൂബ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 ക്യൂബ്സിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഡീവിയേഷൻ എത്രയാണ്, മീൻ വാല്യൂ എന്നുള്ള ഡീവിയേഷൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ 2 ലെറ്റേഴ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ സിഗ്മ, സ്മോൾ ലെറ്റർ എസ് ഓർ സിഗ്മ. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ വേരിയേഷൻ ഓഫ് ഓൾ റിസൾട്ട്സ്. എല്ലാ റിസൾട്ടിന്റെയും റൂട്ട് മീൻ സ്ക്വയർ വേരിയേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കാം. ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, മീനിന്റെ സ്ക്വയർ, മനസ്സിലായോ? അതാണ് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞത്. സോ ഇവിടുത്തെ ന്യൂമറേറ്റർ നോക്കിയേ, എക്സ് മൈനസ് എക്സ് ബാറിന്റെ സമ്മേഷൻ. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഒരു 100 ക്യൂബ്സ് ഉണ്ടെങ്കിൽ ആ 100 ക്യൂബ്സിന്റെ വേരിയൻസ് എടുക്കുക, എന്നിട്ട് ആ വേരിയൻസിനെ ആഡ് ചെയ്ത് സ്ക്വയർ എടുക്കുക. സോ റൂട്ട് ഓഫ് മീൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1, അതാണ് എന്ത്, എസ് ഓർ സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വൺ സെക്കൻഡ്. ഓക്കെ, ഇക്വേഷനിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഇപ്പൊ നമ്മൾ ഓരോ വേരിയൻസ് കണ്ടുപിടിക്കുന്നു, ആ ഓരോ വേരിയൻസിന്റെ സ്ക്വയർ എടുക്കുന്നു, അതിന്റെ സം എടുക്കുന്നു. ഓക്കെ, അപ്പൊ x1 എന്ന് പറഞ്ഞ ക്യൂബ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ x1 മൈനസ് എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, നൗ x2 മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുന്നു, അതിന്റെ സ്ക്വയർ എടുക്കുന്നു. x3 മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുന്നു, അതിന്റെ സ്ക്വയർ എടുക്കുന്നു. അങ്ങനെ ഈ n വാല്യൂസിന്റെയും വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ സം ചെയ്യുന്നു. അതാണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1. n നമ്പർ ഓഫ് ക്യൂബ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഈ ഒരു റൂട്ട് മീൻ സ്ക്വയർ വേരിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ മിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ഡീവിയേഷൻ വാല്യൂവിന്റെ ആവശ്യം വരും. ആ സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, അടുത്തൊരു ഫാക്ടർ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സാമ്പിളിന്റെ വേരിയേഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു പെർസെൻറ്റേജ് വാല്യൂ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് coefficient of variation represented by V. So it is an alternate method of representing variation of results, and it is expressed as the ratio of standard deviation to mean strength. നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ സ്ട്രെങ്ത് ഇൻറ്റു 100. സോ ആ ഒരു റേഷ്യോയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. V is equal to S. S എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ സ്ട്രെങ്ത് ആണ്. സോ എസ് ബൈ എക്സ് ബാർ ആ റേഷ്യോനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പെർസെൻറ്റേജ് ആക്കുന്നു. അതിനാണ് നമ്മൾ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. സോ ഇതാണ് 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ മീൻ സ്ട്രെങ്ത് കണ്ടു, പിന്നെ അതിൽ നിന്ന് വേരിയൻസ് കിട്ടുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 സ്ട്രെങ്ത് ആണ്. ആ സ്ട്രെങ്ത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്രാഫിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവണ്ട. നമ്മുടെ സിലബസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ ആ ഗ്രാഫ് ഇവിടെ കാണിക്കാം. ആ ഗ്രാഫിന് പറയുന്ന പേര് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, കോൺക്രീറ്റ് എന്ന് പറയുന്നത് ബാച്ച് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലെ. പല ബാച്ചസ് ആയിട്ടാണ് ഒരു പെർട്ടിക്കുലർ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കുന്നത്, ഒരു ഫ്ലോർ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഓരോ ബാച്ചിലെയും നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ക്യൂബ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓരോ ബാച്ചിൽ നിന്നും സാമ്പിൾ എടുത്ത് ക്യൂബ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ എല്ലാ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സ്ട്രെങ്ത് എല്ലാം വെച്ച് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി. ഓക്കെ,
അപ്പോൾ ഒരേ റേഞ്ചിൽ സ്ട്രെങ്ത് വരുന്നത്. ഇപ്പൊ 20 മെഗാപാസ്കൽ റേഞ്ച് ഉള്ള ഒരു 10 ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ ഈ 19 മെഗാപാസ്കൽ ഉള്ള ഒരു 15 ക്യൂബ്. അങ്ങനെ നമ്മൾ ടോട്ടൽ സാമ്പിൾ ചെയ്തതിൽ നമ്മൾ ഓരോന്നിൻ്റെ ഈ ഫ്രീക്വൻസി എടുക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ സീവ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതാ ചെയ്യുന്നത്. എത്രത്തോളം മെറ്റീരിയൽ ഒരു സീവിൽ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതുപോലെ എത്ര ക്യൂബിന് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ ചെയ്ത സാമ്പിളിൽ ആ ഒരു സാമ്പിൾ സൈസിലുള്ള ക്യൂബ്സിൽ എത്ര ക്യൂബ്സിന് 20 മെഗാപാസ്കൽ ഉണ്ട് സേ, അതുപോലെ എത്ര ക്യൂബിന് 19 മെഗാപാസ്കൽ ഉണ്ട്, എത്ര ക്യൂബിന് 15 മെഗാപാസ്കൽ ഉണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നു. ഈ കാണുന്ന സാധനം, ഈ ബാർ ചാർട്ട് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോഗ്രാം. സോ ഇവിടെ 3875 എഴുതിയിട്ടുണ്ട് അല്ലേ. സോ ഇവിടുത്തെ കംപ്രസീവ് സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്നത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. അത് ഇമ്പീരിയൽ യൂണിറ്റ് ആണ്. നമ്മുടെ ന്യൂട്ടൺ പെർ mm² ഓൾട്ടർനേറ്റീവ്. ഓക്കെ, അപ്പം കംപ്രസീവ് സ്ട്രെങ്ത് 3875 PSI ഉള്ള ഏകദേശം ഒരു 4-5 ക്യൂബ്സ് അല്ലെ, 4 ക്യൂബ്സ് ഉണ്ട്. അതുപോലെ 4775 കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള 42-43 ക്യൂബ്സ് ഉണ്ട്. സോ ആ എൻ്റയർ സാമ്പിളിലെ നമ്മൾ ഈ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. അതിനെ നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് വരയ്ക്കുന്നു. ഇനി ഈ വാല്യൂസിനൊക്കെ കണക്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ, ഈ ഹിസ്റ്റോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് വെച്ചൊരു ഗ്രാഫ് വരച്ചാൽ അതിനൊരു ബെല്ലിന്റെ ഷേപ്പ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ബെൽ ഷേപ്ഡ് കർവ് നിങ്ങൾക്ക് കിട്ടും. ആ ബെൽ ഷേപ്പ് കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കോൺക്രീറ്റ് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മീൻ സ്ട്രെങ്ത്തിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഏകദേശം ഒരേപോലെ ആയിരിക്കും അതിന്റെ സ്ട്രെങ്ത് ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് അതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. സോ ഇതാണ് നമ്മുടെ മീൻ സ്ട്രെങ്ത്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടുത്തെ ഏറ്റവും പീക്ക് പോയിന്റ് ആണ് മീൻ സ്ട്രെങ്ത്. ആ പീക്ക് സ്ട്രെങ്ത്തിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ബാക്കി എല്ലാ സാമ്പിൾസിന്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ ആയിരിക്കും. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവിന്റെ പ്രത്യേകത. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഈ വേരിയേഷൻ കണ്ടുപിടിക്കാനാണ്. മീൻ വാല്യൂന്ന് എത്ര വേരിയേഷൻ ആണ് ബാക്കിയുള്ള സാമ്പിൾസിനുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ വെർട്ടിക്കൽ വാല്യൂ, ഈ വെർട്ടിക്കൽ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മീൻ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. സോ മീൻ സ്ട്രെങ്ത് ഡിസൈഡ്സ് ദ വെർട്ടിക്കൽ പൊസിഷൻ ഓഫ് ദ കർവ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്. എത്രത്തോളം ഏരിയയിൽ ഈ ഒരു ബെൽ ഷേപ്ഡ് കർവ് സ്പ്രെഡ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈഡ്സ് ദ ഹൊറിസോണ്ടൽ സ്പ്രെഡ് ആൻഡ് മീൻ സ്ട്രെങ്ത് ഡിസൈഡ്സ് ദ വെർട്ടിക്കൽ പൊസിഷൻ. സോ കൂടുതൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ സ്പ്രെഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും ഉണ്ടാവുക, സോറി കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ ഒരു ഗ്രാഫിന്റെ ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത രണ്ട് സ്ട്രെങ്ത് പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്, യൂഷ്വലി റെപ്രസെന്റഡ് ബൈ FCK. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പം M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണെന്ന് പറയും അല്ലെ. M20 ഗ്രേഡ് കോൺക്രീറ്റിന്റെ M എന്ന് പറഞ്ഞാൽ മിക്സ് ആണ്, 20 എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ M20ക്ക് 20 Nm/mm². ആ വാല്യൂവിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ബാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പെസിമെൻ ഉണ്ടാവും. ആ സ്പെസിമെൻ എല്ലാം 20 Nm/mm² തന്നു എന്നല്ല പറയുന്നു. അതിനേക്കാൾ കൂടുതലുള്ള വാല്യൂ ഉണ്ടാവും, അതിനേക്കാൾ കുറവുള്ള വാല്യൂ ഉണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കോഡ് പറയുന്നത് ദി ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ക്യൂബ്സും എടുത്തു. ഇപ്പൊ 100 ക്യൂബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 95% ക്യൂബിന്റെയും കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. മനസ്സിലായോ? 100 ക്യൂബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 ക്യൂബിൽ 95 ക്യൂബ്സിന്റെയും കംപ്രസീവ് സ്ട്രെങ്ത് ഈ പറയുന്ന പെർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ M20 കോൺക്രീറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു M20 മിക്സ് ഉണ്ടാക്കി കുറെ ക്യൂബ്സ് ഉണ്ടാക്കുന്നു, 100 ക്യൂബ്സ് ഉണ്ടാക്കുന്നു. ആ 100 ക്യൂബ് ടെസ്റ്റ് ചെയ്താൽ അതിൽ 95 എണ്ണത്തിനും ഈ 20 Nm/mm² എന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. അതാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പൊ ഈ ഗ്രാഫിൽ എന്ന് പറഞ്ഞാൽ
നമ്മൾ നേരത്തെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചല്ലോ, അതിൽ 5% ഭാഗം, ഇതൊരു M30ന്റെ ഗ്രാഫാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ 30 ആണ് ഇതിന്റെ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ ആ 30യേക്കാൾ കുറഞ്ഞ സാധനങ്ങളൊക്കെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്യും. സോ 5% ആ 30യേക്കാൾ കുറവായിരിക്കും, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. സോ ഇത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാൻ പറ്റുമോ? എടുത്താൽ എന്തായിരിക്കും കുഴപ്പം? ഇതൊരു ബോർഡർ വാല്യൂ ആണ് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആകെ 5% സ്പെസിമിന് മാത്രമേ ഇതിനേക്കാൾ താഴ്ന്ന വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് എ റിയൽ ഇൻഡിക്കേഷൻ ഓഫ് അവർ സാമ്പിൾ. മാത്രമല്ല ഇതൊരു മിനിമം വാല്യൂ ആണ്, അപ്പോൾ അതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡിസൈൻ ഫോർ എ മീൻ സ്ട്രെങ്ത്. അപ്പോൾ മീൻ സ്ട്രെങ്ത്തിൽ നിന്ന്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൽ നിന്ന് ഒരു വേരിയേഷൻ ഉണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ മീൻ സ്ട്രെങ്ത്, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അത് തമ്മിലൊരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 1.65 S ആണ്. അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ട്രെങ്ത്തിന്, അതായത് സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മൾ എത്ര സ്ട്രെങ്ത് വേണമെന്ന് ഉദ്ദേശിച്ച് ഡിസൈൻ ചെയ്യുന്നു, ആ ഡിസൈൻ സ്ട്രെങ്ത്തിന് പറയുന്ന ഒരു പേരുണ്ട് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്. F'(CK) എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾക്ക് IS 10262 2009 ക്ലോസ് 3.1 പോലെ അതിന്റെ ഡെഫിനിഷൻ കാണും. ഇങ്ങനെയാണ് ആ ക്ലോസ് പറയുന്നത്. ഇൻ ഓർഡർ ദാറ്റ് not more than specified test results fall below the characteristic compressive strength, the concrete mix has to be designed for a higher target mean strength. So നമ്മൾ ഉദ്ദേശിക്കുന്ന മിക്സിൽ നമ്മുടെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും കുറവുള്ള ഒരുപാട് സ്പെസിമെൻ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഒരു ഹയർ സ്ട്രെങ്ത്തിനായിരിക്കും. ആ ഹയർ സ്ട്രെങ്ത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹയർ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്. സോ ഹയർ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് F'(CK), അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F'(CK) is equal to FCK plus 1.65 S. F'(CK) is equal to FCK plus 1.65 S. സോ അത് എവിടുന്ന കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ടാർഗറ്റ് സ്ട്രെങ്ത്, ഇതാണ് നമ്മുടെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. സോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് യൂഷ്വലി 1.64 S ആണ്. അത് നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ 1.65 S എന്ന് എടുക്കുന്നു. സോ ഈ ഒരു സ്ട്രെങ്ത്തിനാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻസ് ഡിസൈൻ ചെയ്യുക. ഹിയർ F'(CK) is the target mean compressive strength at 28 days in Newton per mm². FCK എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് at 28 days. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഡീറ്റെയിൽസ് യു ഹാവ് ടു സ്റ്റഡി ഇൻ മിക്സ് ഡിസൈൻ. ഇനി മിക്സ് ഡിസൈൻ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിന്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നമുക്കൊന്ന് ക്വിക്കായിട്ട് കാണാം ഏതൊക്കെ മെത്തേഡ്സിലാണ് ചെയ്യാം. ഒന്നാമത്തത് IS മെത്തേഡ്. IS മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ മിക്സ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കോഡാണ് IS 10262 2009. സോ ആ കോഡ് അനുസരിച്ചുള്ള മിക്സ് ഡിസൈൻ പ്രൊസീജിയർ, അതിനാണ് IS റെക്കമെൻഡഡ് മെത്തേഡ് എന്ന് പറയാം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡഡ് മെത്തേഡ്. രണ്ടാമത്തത് ACI. ACI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് IS ഉള്ളതുപോലെ, BIS ഉള്ളത്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉള്ളതുപോലെ അമേരിക്കയിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ കോൺക്രീറ്റിന്റെ സ്റ്റാൻഡേർഡ്സ് ഡിസൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ACIന്റെ 211 മെത്തേഡ്, അതാണ് അമേരിക്കൻ മിക്സ് ഡിസൈനിന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ACI കമ്മിറ്റി 211 മെത്തേഡ്. അടുത്തത് DOE മിക്സ് ഡിസൈൻ മെത്തേഡ്, അതൊരു ബ്രിട്ടീഷ് മെത്തേഡാണ്. സോ ഓർത്തിരിക്കുക പേര്, DOE മിക്സ് ഡിസൈൻ മെത്തേഡ്. അടുത്തത് റോഡ് നോട്ട് ഫോർ മെത്തേഡ് ഓർ ഗ്രേഡിംഗ് കർവ് മെത്തേഡ്, ഇതും ബ്രിട്ടീഷ് മെത്തേഡാണ്. ഇതിന്റെ വ്യത്യാസം, റോഡ് നോട്ട് ഫോർ മെത്തേഡ് എന്ന് വിചാരിച്ച സാധാരണ കോൺക്രീറ്റ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് റോഡ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്സ് ഡിസൈൻ മെത്തേഡാണ് റോഡ് നോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ. ഈ DOE മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും കവർ ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ പ്രൊസീജിയറാണ് DOE മെത്തേഡ്. അപ്പോൾ ഈ ബ്രിട്ടീഷിന്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യയിലും റോഡിന് വേണ്ടി സെപ്പറേറ്റ് മിക്സ് ഡിസൈൻ പ്രപ്പോസ് ചെയ്യാറുണ്ട്. അത് പ്രപ്പോസ് ചെയ്യുന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC 44 മെത്തേഡ് വഴിയാണ്. സോ IRC 44 ഈസ് അനദർ മെത്തേഡ് ഓഫ് മിക്സ് പ്രൊപ്പോർഷനിങ്. ഇനി കുറച്ച് ഓർബിട്രറി മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ ഓർബിട്രറി പ്രൊപ്പോർഷൻ മെത്തേഡ്, രണ്ടാമത്തത് മാക്സിമം ഡെൻസിറ്റി മെത്തേഡ്, പിന്നെ ഫൈനസ് മോഡുലസ് മെത്തേഡ്, സർഫസ് ഏരിയ മെത്തേഡ്, മിക്സ് ഡിസൈൻ ബേസ്ഡ് ഓൺ ഫ്ലെക്സുറൽ സ്ട്രെങ്ത്, മിക്സ് ഡിസൈൻ ഫോർ പമ്പബിൾ കോൺക്രീറ്റ്, മിക്സ് ഡിസൈൻ ഫോർ
ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ് വഴി നമുക്ക് ഏത് കണ്ടീഷനാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്, ഇപ്പോൾ പമ്പബിൾ കോൺക്രീറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പമ്പബിൾ കോൺക്രീറ്റിൻ്റെ മിക്സ് ഡിസൈൻ നമ്മൾ ഉപയോഗിക്കണം. സോ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ മിക്സ് ഡിസൈൻ ഉപയോഗിക്കണം. സോ ഏത് റിക്വയർമെൻ്റ് ആണോ അതിനനുസരിച്ച് നമുക്ക് മിക്സ് ഡിസൈൻ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യാം. സോ ദീസ് ആർ ദ വേരിയസ് മിക്സ് ഡിസൈൻ പ്രൊസീജിയേഴ്സ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ സാധനം IS റെക്കമെൻഡഡ് മെത്തേഡ്. ഓക്കെ, സോ IS റെക്കമെൻഡഡ് മെത്തേഡ് നമ്മൾ മിക്സ് ഡിസൈൻ ഫോളോ ചെയ്യുന്നത് 2 പ്രധാനപ്പെട്ട കോഡ്സാണ്. ആ കോഡ്സ് ഇതൊക്കെയാണ്: IS 456-2000, IS 10262-2009. IS 456-2000 നിങ്ങൾക്ക് ഓൾറെഡി നല്ല പരിചയമുള്ളതാണ്. സ്ട്രക്ചറൽ ഡിസൈൻ 1 കോഴ്സ് നിങ്ങൾ എൻ്റയർ ആയിട്ട് ഉപയോഗിച്ചത് IS 456 ആണ് അതിൻ്റെ മേജർ കോഡ്. IS 456 എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോഡ് ഓഫ് പ്രാക്ടീസ്. IS 10262 എന്ന് പറഞ്ഞാൽ മിക്സ് ഡിസൈനിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഒരു കോഡാണ്, കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷനിങ് ഗൈഡ് ലൈൻസ്. സോ അതിലൊരു എക്സാമ്പിൾ പ്രോബ്ലം അടക്കം, എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ മിക്സ് ഡിസൈൻ ചെയ്യാന്നുള്ള അടക്കം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണിച്ചിട്ടുള്ളൊരു കോഡാണ് 10262. ഈ 2 കോഡ്സും നിങ്ങൾക്ക് എക്സാമിന് പെർമിറ്റഡ് ആണ്. അപ്പോൾ ഈ കോഡ്സ് അറിഞ്ഞിരിക്കുക. ഈ കോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ മിക്സ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ മിക്സ് ഡിസൈൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മിക്സ് ഡിസൈൻ ചെയ്യാൻ കുറച്ച് ഡാറ്റ വേണം. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ആ മിക്സ് ഡിസൈന് വേണ്ട ഡാറ്റാസ്, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഗോയിങ് ടു ഇൻഫ്ലുവൻസ് ദ മിക്സ് ഡിസൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മിക്സ് ഡിസൈൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. സോ ഇത് നമ്മുടെ IS കോഡിൽ ക്ലോസ് 3.1 വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, പോയിന്റ് ബൈ പോയിന്റ്. ആ പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആദ്യത്തെ ഗ്രേഡ് ഡെസിഗ്നേഷൻ ആണ്. നമ്മൾ പറഞ്ഞു നമ്മളൊരു കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് സ്ട്രെങ്ത് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. ഇപ്പൊ ജസ്റ്റ് മുന്നേ നമ്മൾ മീൻ ടാർഗറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഏത് ഗ്രേഡ് കോൺക്രീറ്റിന്റെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. M20 ആണോ M25 ആണോ, ഏത് ഗ്രേഡിലുള്ള കൺട്രോൾ ആണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ. അടുത്ത ടൈപ്പ് ഓഫ് സിമെന്റ്. ഇപ്പോൾ സിമെന്റിന്റെ പല ടൈപ്സ് നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. OPC ഉണ്ട്, PPC ഉണ്ട്. ഇനി സിമെന്റിന്റെ പല ഗ്രേഡ്സ് ഉണ്ട്. 33 ഉണ്ട്, 43 ഉണ്ട്, 53 ഉണ്ട്. ഇതിൽ ഏത് ടൈപ്പ് സിമെന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ഗ്രേഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്ക് വേണം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്. അടുത്തത് മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം. സോ അഗ്രിഗേറ്റിന്റെ പല സൈസസ് ഉണ്ട്. 10 mm അഗ്രിഗേറ്റ് ഉണ്ട്, 20 mm അഗ്രിഗേറ്റ് ഉണ്ട്, 40 mm അഗ്രിഗേറ്റ് ഉണ്ട്. സോ ഏത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ കോൺക്രീറ്റിൽ ഉപയോഗിക്കാൻ പോകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് മിനിമം ആൻഡ് മാക്സിമം സിമെന്റ് കണ്ടന്റ്. ഇപ്പൊ നമ്മൾ വേരിയബിൾസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, സിമെന്റ് കണ്ടന്റ് നമ്മൾ കുറച്ച് വരണം. എന്നാൽ അത് ഒരുപാട് കുറഞ്ഞാൽ പ്രോപ്പർട്ടീനെ ബാധിക്കും, ഒരുപാട് കൂടിയാലും പ്രോപ്പർട്ടീനെ ബാധിക്കും. സോ അതിന് മിനിമം കണ്ടന്റും മാക്സിമം സിമെന്റ് കണ്ടന്റും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇതൊക്കെ നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ്. IS 456 സോ മിനിമം ഓർ മാക്സിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് മിനിമവും മാക്സിമം സിമെന്റ് കണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുക. അടുത്തത് മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ. കൂടുതലായിട്ടൊന്നും പറയാനില്ല, വാട്ടർ സിമെന്റ് റേഷ്യോന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. ഇനി വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ എടുക്കുന്നത് കോഡിൽ നിന്നാണ്. കോഡിൽ പല എക്സ്പോഷർ കണ്ടീഷനിൽ നമ്മൾ മിനിമവും മാക്സിമം എത്ര വാട്ടർ സിമെന്റ് റേഷ്യോ കൺസിഡർ ചെയ്യണം എന്ന് IS 456 പറയുന്നുണ്ട്. ആ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എടുക്കുക. ഇതൊക്കെ നമുക്ക് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പിൽ കാണാം. അടുത്തത് വർക്കബിലിറ്റി. വർക്കബിലിറ്റിന്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ റിക്വയർമെന്റ്സ് ഓഫ് പ്ലേസിംഗ് കോമ്പാക്ടിങ് ഇൻ ദ ഫീൽഡ്. ഇപ്പൊ നമ്മൾ എത്ര കോസ്റ്റ് കോമ്പാക്ഷന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടോ, ആ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെ. എത്ര രൂപ നമുക്ക് മുടക്കാൻ പറ്റും, അതിനനുസരിച്ചുള്ള വർക്കബിലിറ്റി ആ കോൺക്രീറ്റിന് ഉണ്ടാവണം. സോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്തത് എക്സ്പോഷർ കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് വർക്കബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. ഒരു ടേബിൾ ഉണ്ട്, വർക്കബിലിറ്റി അല്ല, വാട്ടർ സിമെന്റ് റേഷ്യോ ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എടുക്കുന്നത്. സോ അത് എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്താണ്. അപ്പോൾ കോൺക്രീറ്റ് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന എൻവയോൺമെന്റ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞ് അതിന് പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിവിയർ, വെരി സിവിയർ, മോഡറേറ്റ്, മൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓരോ കണ്ടീഷൻസിൽ ഓരോ വാട്ടർ സിമെന്റ് റേഷ്യോ ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കണ്ടീഷൻസിന്, ആ എൻവയോൺമെന്റൽ കണ്ടീഷനെ മെൻഷൻ ചെയ്യുന്നതാണ് എക്സ്പോഷർ കണ്ടീഷൻസ്. അത് നമുക്ക്
ഈ പറഞ്ഞതുപോലെ ആ സൈറ്റ് ഏത് കണ്ടീഷനാണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള മിക്സ് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ യു ഷുഡ് നോ ദ എക്സ്പോഷർ കണ്ടീഷൻ. അടുത്ത മാക്സിമം ടെമ്പറേച്ചർ അറ്റ് പ്ലേസിംഗ്. ഇപ്പൊ നമുക്കറിയാം ഷിങ്കേജ് ക്രാക്കിന്റെ കാരണം എന്താ, വാട്ടർ പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകുന്നതാണ്. അപ്പൊ അത് വാട്ടർ സിമെന്റ് ബൈഷ്യൂനൊക്കെ ബാധിക്കും, ഹൈഡ്രേഷൻ പ്രോസസ്സിനൊക്കെ ബാധിക്കും. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, അടുത്തത് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് പ്ലേസിംഗ്. വർക്കബിലിറ്റിയിൽ ഓൾറെഡി പറഞ്ഞാണ്, അതുകൊണ്ടൊന്നും കൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, നിങ്ങൾക്കറിയാം. അടുത്തത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്. നമ്മൾ അഗ്രിഗേറ്റിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞു. അപ്പോൾ അത് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്കറിയാം, റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം, ഫ്ലാക്കി അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം. സോ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഓൾസോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ മിക്സ് ഡിസൈൻ. ഓക്കെ, നൗ അഡ്മിക്സ്റ്റേഴ്സ്. ഇതിനെല്ലാം പുറമെ നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അഡ്മിക്സ്റ്റേഴ്സ്. അഡ്മിക്സ്റ്റേഴ്സിന്റെ ബെനിഫിറ്റ് എന്താ, ഇപ്പോൾ വർക്കബിലിറ്റി കൂട്ടാനാണെങ്കിൽ നമുക്ക് വാട്ടർ കൂട്ടാതെ വർക്കബിലിറ്റി കൂട്ടാൻ പറ്റും, ചിലപ്പോൾ എയർ എൻട്രെയിൻമെന്റ് കൊടുക്കാൻ പറ്റും. ഇനി കണ്ടീഷൻസ് അനുസരിച്ച് കോൾഡ് വെതർ കോൺക്രീറ്റിനും ഹോട്ട് വെതർ കോൺക്രീറ്റിനും ഒക്കെ സെറ്റിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡ്മിക്സ്റ്റേഴ്സിന്റെ ബെനിഫിറ്റ്. സോ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോൺക്രീറ്റ് മിക്സിന്റെ മുകളിൽ കൺട്രോൾ വരും അല്ലെ. മിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി വരും. So usage of admixtures can allow adjustments in mixed proportioning. So these are the datas we need while doing a mixed design. ഇപ്പോൾ നിങ്ങൾ മിക്സ് ഡിസൈനിൻ്റെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന എക്സ്പോഷർ കണ്ടീഷനിലാണ്, ഇത്രയും മിനിമം വാട്ടർ സിമെന്റ് കണ്ടന്റ് വേണം, ഇത്രയും മാക്സിമം വാട്ടർ സിമെന്റ് കണ്ടന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ടാവും. ആ ഡാറ്റാസ് ആണിത്. ഈ ഡാറ്റാസിനെ തന്നെ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മിക്സ് ഡിസൈൻ ആയിട്ടും കാണാം. സോ വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് അവർ ഫസ്റ്റ് സെഷൻ ഓൺ മിക്സ് ഡിസൈൻ. ഇന്ന് ഒരുപാട് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് സ്കോർ ചെയ്യാനും പറ്റും. കാരണം ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയും 2 പാർട്ടേ ഉള്ളൂ, ഒന്ന് ബേസിക്സ്, രണ്ടാമത്തെ മിക്സ് ഡിസൈൻ. ഇപ്പോൾ തിയറി പോർഷൻസ് ഒക്കെ വരാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കുക, യു ക്യാൻ സ്കോർ വെരി വെൽ. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി സീയിങ് ദ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഓഫ് മിക്സ് ഡിസൈൻ. IS 10262 IS 4562 ഉപയോഗിച്ചിട്ട് ഒരു മിക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ടിൽ ദെൻ ബൈ, we will see you in the next class.